പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതുതലമുറ ആയുധ സംവിധാനമായ സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇറാൻ തങ്ങളുടെ പുതിയ തലമുറ സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് US ഇസ്രായേൽ സഖ്യത്തിനെതിരെ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ് ഈ കനത്ത മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും പുതിയ മിസൈൽ സിസ്റ്റങ്ങളിലൊന്നായ ഖബേർ ഷെഖാൻ ഉൾപ്പെട്ടതായും സൂചനയുണ്ട്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ കൂടുതൽ അപകടകാരിയാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത്തരം മിസൈലുകൾ വിന്യസിക്കും മുമ്പ് ഇന്ധനം നിറയ്ക്കേണ്ടതിനാൽ ലോഞ്ച് ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമായി വരും. എന്നാൽ സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ ഇന്ധനം നിറച്ച നിലയിൽ തന്നെ മുൻകൂട്ടി സംഭരിക്കാനാകും. അതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവ ലോഞ്ച് ചെയ്യാൻ കഴിയും. വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുന്നു എന്നതുപോലെ തന്നെ എതിരാളികൾക്ക് ഇവയുടെ വിക്ഷേപണ സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനോ അവയെ ലക്ഷ്യമിടാനോ ഉള്ള അവസരം ഇല്ലാതാവുന്നു. മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒന്നിലധികം സ്ഥലങ്ങൾ ഉന്നമിട്ട് നിരവധി സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതിനാൽ ഇത്തരം മിസൈലുകൾ ഏൽപ്പിക്കുന്ന ആഘാതവും വളരെ വലുതായിരിക്കും. ലിക്വിഡ് ഫ്യൂവൽ മിസൈലുകളെ അപേക്ഷിച്ച് ഇവ പ്രവർത്തിപ്പിക്കാൻ പൊതുവെ എളുപ്പവും സുരക്ഷിതവുമാണ്. ശത്രു റഡാറുകൾക്ക് ഇത്തരം മിസൈലുകളുടെ വിന്യാസം കണ്ടെത്തുക എന്നതും പ്രയാസകരമാണ്. അതിനാൽ തന്നെ സൈനിക തന്ത്രങ്ങളിൽ കൂടുതൽ അപകടകരമായ ആയുധങ്ങളിലൊന്നായാണ് സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ കണക്കാക്കപ്പെടുന്നത്. ഇറാൻ വികസിപ്പിച്ച ഖൈബർ ഷെഖാൻ മിസൈൽ മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ലക്ഷ്യകേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഈ ബാലിസ്റ്റിക് മിസൈലിൽ ഉപഗ്രഹ മാർഗനിർദ്ദേശം കൈകാര്യം ചെയ്യാനാവുന്ന വാർഹെഡും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങൾ പറയും പ്രകാരം ഖൈബർ ഷെഖാൻ മിസൈലിന് ഏകദേശം 4 മീറ്റർ നീളവും 1500 കിലോഗ്രാം ഭാരവുമാണുള്ളത്. അന്തരീക്ഷത്തിൽ മണിക്കൂറിൽ 19,500 കിലോമീറ്ററും പുറത്ത് മണിക്കൂറിൽ 9,800 കിലോമീറ്ററും വേഗത കൈവരിക്കാൻ ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇവയെ തടസ്സപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുന്നതിനിടെ ദിശ മാറ്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഖൈബർ ഷെഖാൻ മിസൈലിന് കഴിവുണ്ട്. ഈ മിസൈലിന്റെ ഇത്തരം ശേഷികൾ ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ മികവ് തെളിയിക്കുന്നതാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മിസൈലിന്റെ വലിപ്പം കുറയ്ക്കുന്നതിനും ശത്രു റഡാറുകളിൽ അകപ്പെടാതിരിക്കുന്നതിനുമായി ഇന്ധന ടാങ്കിൽ സംയോജിപ്പിച്ചിരിക്കുന്ന അരോണ്ട് എഞ്ചിൻ എന്നറിയപ്പെടുന്ന സിംഗിൾ സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ മോട്ടോറിൽ നിന്നാണ് പ്രൊപ്പൽഷൻ വരുന്നത്. 550 മുതൽ 600 കിലോഗ്രാം വരെ ഭാരമുള്ള ഉയർന്ന സ്ഫോടനാത്മക വാർഹെഡ് ഇത് വഹിക്കുന്നു. ഇറാന്റെ ഖോറാം ഷഹർ ബാലിസ്റ്റിക് മിസൈൽ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് ഖൈബർ ഷെഖാൻ. 2017 ഇതിന്റെ ആദ്യ പതിപ്പ് അവതരിപ്പിച്ചത്. തുടർന്ന് നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതിന്റെ മുൻ മോഡലുകളിൽ ദ്രാവക ഇന്ധനമാണ് ഉപയോഗിച്ചിരുന്നത്. ഖൈബർ ഷെഖാനെ കൂടാതെ ഷഹാബ് 3, ഇമാദ്, ഖാദർ 1, സെജിൽ എന്നിവയും ഇറാന്റെ മിഡിൽ റേഞ്ച് മിസൈലുകളാണ്. 1500 മുതൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇവ ഇസ്രയേലിലെയും ഗൾഫിലെ US ബന്ധപ്പെട്ട താവളങ്ങളെയും മറ്റ് പ്രാദേശിക സ്ഥലങ്ങളെയും ലക്ഷ്യമിടാൻ പോന്നതാണ്. ഇവ കൂടാതെ 150 മുതൽ 800 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള ഹ്രസ്വദൂര മിസൈലുകളും ഇറാന്റെ കൈവശമുണ്ട്. അടുത്തുള്ള സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ അതിവേഗ ആക്രമണം നടത്തുന്നതിനായാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം പുറമെ ആളില്ല വ്യോമ സംവിധാനങ്ങളും ഇറാൻ ഉപയോഗപ്പെടുത്തി വരികയാണ്. ഇസ്രയേലിനെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന മിസൈൽ ഡ്രോൺ പ്രത്യാക്രമണ സൈനിക ഓപ്പറേഷൻ അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഫത്ത, ഖൊറാം ഷഹർ 4, ഖൈബർ ഷെഖാൻ തുടങ്ങിയ അതിശക്ത മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്രയേലിനും അമേരിക്കൻ താവളങ്ങൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ അവർ തുടരുകയാണ്. കൂടുതൽ പ്രഹരശേഷിയുള്ള പുതു മിസൈലുകൾ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നത് നിലവിലെ സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കയാണ് നിരീക്ഷകർ ഉയർത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.